അങ്ങനെ 13-ാം ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് നൂറെ തിരഞ്ഞെടുത്തു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് ക്ഷണിച്ചു. നൂറയോട് പറയാണ് 13-ാം ആഴ്ചയിലെ ക്യാപ്റ്റനാണ്, അധികാരം ഏറ്റെടുക്കൂ എന്ന്. അപ്പോൾ നൂറ എല്ലാവരെയും വിളിച്ച് ടീം തിരിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ക്യാപ്റ്റൻസി എനിക്ക് തരുന്നില്ലേ എന്ന്. അക്ബറിനെയും നെവീനെയും. എന്നിട്ട് അക്ബറും നെവീനും പോയി കൈ കൊടുക്കുന്നു. നെവീനെ ഇരിക്കുന്നിടത്തുനിന്ന് വിളിച്ച് വരുത്തിയിട്ടാണ് നമ്മുടെ നൂറ കൈ മേടിക്കുന്നത്. അതിനുശേഷം ഗ്രൂപ്പ് തിരിക്കുന്നു. കിച്ചണിൽ ആദ്യം തന്നെ അനുമോളെയും ആദിലിനെയും സാബുമാനെ ഇടുന്നു. ഭക്ഷണം ഒരു 3 നേരം തരും. കൂടുതൽ കഴിക്കാൻ വേണമെങ്കിൽ തരാം. റേഷനും ഒരുപോലെയാണ്, ആർക്ക് വേണമെങ്കിലും എന്തും എടുക്കാം, ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സാബുമാനെയാണ് ക്യാപ്റ്റൻ ആക്കിയത്. അതേപോലെ തന്നെ ഫ്ലോർ ടീമിൽ അനീഷിനെയും ഷാനവാസിനെയും ഇടുന്നു. അതേപോലെ ടോയ്ലറ്റും അവർ തന്നെയാണ്. നല്ല പണി കൊടുത്തത് അക്ബറിനും നെവീനുമാണ്. വെസൽ ടീമാണ് കൊടുക്കുന്നത്. വെസലിനാണ് കൊടുക്കുന്നത്. ഒരു വെസൽ ടീമാണ്. അപ്പോൾ അവർക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അധികം വെസലൊന്നും ഉണ്ടാകില്ല, പക്ഷേ വെസൽ ചെയ്യേണ്ടി വരും നല്ല രീതിക്ക്. അതേപോലെ വെസൽ ടീമാണ് ടേബിളും തുടയ്ക്കേണ്ടത് എന്നുള്ള രീതി പറയുന്നുണ്ട്. അവർ കഴിഞ്ഞ വട്ടം വെസൽ ടീം അനുമോൾക്കും ഷാനവാസിനും ഒക്കെ ഇട്ട് നല്ല പണി കൊടുത്തില്ലേ, അതേപോലെ ഒരു പണിയാണ് നൂറ ഉദ്ദേശിച്ചതെങ്കിലും നൂറ അങ്ങനെ വലുതായിട്ട് പറയുന്നില്ല. നിങ്ങളത് ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറ് ഇത് അവർക്കിട്ടൊരു പണി കൊടുക്കാനാണ് സാധ്യത. എന്തായാലും കിച്ചൺ അവർക്ക് കൊടുത്തില്ല, അനുമോൾക്കാണ് കൊടുത്തത്. അനുമോളെയാണ് അവിടെ മെയിൻ ആക്കിയിരിക്കുന്നത്. പക്ഷേ സാബുമാൻ ക്യാപ്റ്റൻ, അപ്പോൾ അവർക്ക് അത് തന്നെ ഒരു അടിയാണ്. പ്ലസ് ഇവർക്ക് വെസൽ ടീമും കൂടെ കൊടുത്തപ്പം അതിനേക്കാട്ടിൽ വലിയൊരു അടി കിട്ടിയതുപോലെയായി. എന്തായാലും നമ്മുടെ അക്ബറും നെവീനും ആരോടും അടുക്കാതെ ഒരു മൂലയ്ക്ക് മാറി തലകുനിച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ചില്ലായി ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അക്ബറും നെവീനും അത്ര സന്തോഷത്തിലൊന്നുമല്ല എന്നുള്ളത് ഈ ദിവസങ്ങളിലെ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും നൂറ ചെയ്തത് ശരിയാണോ തെറ്റാണോ? അല്ല, നൂറ ചെയ്തത് കറക്റ്റാണ്. നൂറയുടെ ജോലി നൂറ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇവർക്കിട്ടുള്ളൊരു പണിയാണോ അല്ലയോ എന്നുള്ളത്.